സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാഗ്യശ്രീ എങ്ങനെയോ പിടികൂടി കെട്ടിയിരിക്കുകയാണ് ബാലുവും സുമിത്രയും കൂടി. പക്ഷേ അവളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെന്തോ അവർ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഭാഗ്യശ്രീയെ കൊല്ലണമെന്ന് കരുതി തന്നെയാണ് അവരുടെ ഓരോ നീക്കങ്ങളും. കാരണം സാഗറിനെ അവർ കൊന്നുകഴിഞ്ഞാൽ ഭാഗ്യശ്രീ അവർക്കെതിരെ സാക്ഷി പറയാനുണ്ടാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിലനിൽപ്പിന് ഭാഗ്യശ്രീ ഒരു ഭീഷണി തന്നെയാണെന്ന് അവർക്കറിയാം. കൺമണിയെ ഭാഗ്യശ്രീ വിളിക്കുകയാണ്. ബാലുവും സുമിത്രയും പോയി കഴിഞ്ഞ് കൺമണിയോട് താനിപ്പോൾ തടങ്കലിലാണെന്നും സാഗർ സാറിനെ രക്ഷിക്കാൻ കൺമണിക്ക് കഴിയൂ എന്നും ബാലുവും സുമിത്രയും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കൺമണിയോട് പറയുകയാണ് കേട്ടോ ഭാഗ്യശ്രീ. കൺമണി, ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിന്നെ അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് എല്ലാം പറയുന്നത്. ഇന്ന് രാത്രി അവർ സാഗറിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടുകയാണ് കേട്ടോ കൺമണി. സാഗർ സാറിനെ രക്ഷിക്കണം, അച്ഛനും അമ്മയും അതിനുള്ള നീക്കങ്ങൾ തുടങ്ങി കാണുമെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് കൺമണി, ഭാഗ്യശ്രീ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. സാഗർ സാറിന് ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. ആ സമയത്ത് തന്നെ സാഗറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് 4-5 തടിമാടന്മാരായ ഗുണ്ടകളെ ഹോസ്പിറ്റൽ പാർക്ക് ചെയ്യുന്നിടത്തേക്ക് വിളിച്ചു വരുത്താണ് ബാലുവും സുമിത്രയും കൂടിയിട്ട്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നും ഇതാണ് പറ്റിയ സന്ദർഭമെന്നും അയാളെ കൊല്ലാതെ ഞങ്ങളുടെ മുൻപിലേക്ക് വരരുതെന്നും എങ്ങാനും നിങ്ങളെ പിടികൂടിക്കഴിഞ്ഞാൽ ബലരാമൻ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗുണ്ടകൾക്ക്. കൺമണി ഉള്ളതുകൊണ്ട് സാഗർ രക്ഷപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവളുടെ കൂടെ എപ്പോഴും വിഘ്നേശ്വരനുണ്ടല്ലോ. ഭാഗ്യത്തിന് ഭാഗ്യശ്രീക്ക് അവളെ ഇൻഫോം ചെയ്യാനും പറ്റി. അതിനിടയിൽ വളരെ വലിയൊരു കാര്യം സംഭവിക്കുകയാണ്. അതായത് ACP ദക്ഷയെ കൺമണിയെ വിളിച്ച് സകല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞ് കൺമണി പേടിക്കേണ്ട, ഞാനും എൻ്റെ പോലീസ് ഫോഴ്സും എപ്പോഴും അലേർട്ടാണ്, ഞങ്ങൾ നിൻ്റെ പിന്നിലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ACP. ദക്ഷ പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടും വളരെയധികം പരിഭ്രാന്തിയോടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കൺമണി. സുമിത്രയുടെയും ബാലുവിൻ്റെയും ഗുണ്ടകൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ ID കൈക്കലാക്കി അകത്ത് കടന്ന് കയറാനാണ് കേട്ടോ ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് ICUയിലേക്കും കയറാൻ പറ്റുമല്ലോ, അതാണ് അവരുടെ തീരുമാനം. എന്തായാലും നടന്നു പോകുന്ന സ്റ്റാഫുകളുടെ പിന്നിൽ കൂടി ചെന്ന് അവരെ ബോധം കെടുത്തി ID കാർഡ് കൈക്കലാക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്തായാലും അവരുടെ ആ പ്ലാനൊന്നും വർക്കൗട്ട് ആകാനായിട്ട് പോകുന്നില്ല. കൺമണി കാവലായിട്ട് സാഗറിനും സുജാതയ്ക്കും കൃഷ്ണനും ഒക്കെ ഒപ്പമുണ്ട്. എന്തായാലും സാഗറിനും സുജാതയ്ക്കും കൺമണി ഒപ്പം കൂട്ടാനുള്ള ഒരു സന്ദർഭമാണ് വരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ വെറുക്കുന്നവർ തീർച്ചയായിട്ടും അതിനിരട്ടിയായിട്ട് അവളെ സ്നേഹിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിലെ വരാൻ പോകുന്ന നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്